झड़ तू भी क्या याद रखेगा जाहिर ने तेनू छोड़ दिया तू नज़्म नज़्म सा मेरे होठों पे ठहर जा मैं ख्वाब ख्वाब सा तेरी आंखों में जागूं रे तू भी क्या याद रखेगा जाहिर ने तेनू छोड़ दिया उसे मुकम्मल कर भी आओ वो जो अधूरी सी बात बाकी है ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആനന്ദ്, ഇന്ദിര ഗ്രൂപ്പുമായിട്ടുള്ള മീറ്റിംഗ് നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്തേക്ക്. ഇന്നത്തെ പ്രോഗ്രാംസ് വേറെ എന്തൊക്കെയാ? ഇന്നൊരു സൈറ്റ് വിസിറ്റിംഗ് ഉണ്ട് സർ. അതൊരു 11:30 ആകുമ്പോഴേക്കും പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2 മണിക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് നമ്മുടെ എക്സ്പോർട്ടിംഗ് പാർട്ട്നേഴ്സുമായിട്ടാണ്. ഓക്കെ. ഇച്ചായൻ വന്നായിരുന്നോ? ആ സർ, എത്തിയിട്ടുണ്ട്. താൻ പോകുമ്പോ ഇച്ചായനോടൊന്ന് വരാൻ പറ. ഓക്കെ സർ. എന്ത് പറ്റി? അരമണിക്കൂർ ലേറ്റ് ആണല്ലോ ഇന്ന് നീ. രാവിലെ എഴുന്നേറ്റപ്പോ ചെറിയൊരു തലവേദന, അതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇന്നലെ രാത്രി ആ കുന്തം ലാപ്ടോപ്പും വെച്ച് ഇരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ, കൊച്ചിരിക്കണ്ട, പോയി കിടക്ക് എന്ന്. അല്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ. ഏയ്, അതൊക്കെ അങ്ങ് മാറി. ഇപ്പൊ ഓക്കെയാ. ഒരു മെയിൽ അയക്കാൻ ഉണ്ടായിരുന്നു, അതാ ഞാൻ നൈറ്റ് ഇരുന്നേ. അല്ല, രാത്രി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നല്ലോ ഫോണും പിടിച്ചോണ്ട്. എന്തായിരുന്നു കാര്യം? എന്ത് കാര്യം എന്നുള്ളതൊക്കെ തന്നെ. എന്റെ പൊന്നിച്ചായ, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു പണിയും ഇല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബ്രേക്കപ്പ് പറയാൻ ഒരുത്തരും, അവൻ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി ആ കാര്യം ചെയ്യാൻ ഇവിടെ വേറൊരാളും. അതെ, പറ്റുന്ന പണിക്കൊക്കെ പോയാ പോരെ. എടാ, അതിന് തൊട്ടേനും പഠിച്ചതിനൊക്കെ അടി ഉണ്ടാക്കുന്നത് ഞാനല്ലല്ലോ, അവനല്ലേ. അറിയാം. അല്ല, രണ്ടും കൂടി ഇപ്പൊ എന്തായിരുന്നു പ്രശ്നം? ഒന്നുമില്ലടാ, എന്റെ ആ PA ഇല്ലേ ക്ലാര, അവളെ എന്നെ ഒന്ന് ഫോൺ വിളിച്ചു. അത് കറക്റ്റ് ഞാനും അവനും പുറത്തു പോകാൻ നിൽക്കുന്ന നേരത്തായിരുന്നു. അവളുടെ സംസാരത്തില് കുറച്ച് പഞ്ചസാരയുടെ അസ്കിത ഉള്ളത് നിനക്കറിയുന്നതല്ലേ. അന്നേരത്ത് ദൈവം വല്ലാണ്ട് എന്റെ കൂടെ ആയതുകൊണ്ട് ഫോൺ എടുത്തത് അവനായി പോയി. അവളുടെ തേനൊൽപ്പിച്ചുള്ള സംസാരം അവനങ്ങ് തീരെ ദഹിച്ചില്ല. അതാണ് വഴക്കിടാനുള്ള കാരണം. എന്നിട്ടിപ്പോ എന്താ, പുള്ളിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലേ? പിന്നെ ഫോണൊക്കെ എടുക്കുന്നുണ്ട്, വായി വരുന്ന എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ചില നേരത്തെ അതൊക്കെ കേൾക്കുമ്പോ എന്റെ ചെവിന്റെ ഫിലമെന്റ് അടിച്ചു പോകുന്ന ഇതാ. നീ അധികം ചിരിക്കണ്ട, ഇനിയിപ്പൊ നിനക്കുള്ളവൻ എങ്ങനെയാണെന്ന് കണ്ടറിയാം. എന്റെ ചെക്കൻ മുത്തല്ലേ? മുത്താണോ അതോ അല്ല ആറ്റമോപനും കൈയും കാലും വെച്ച് അയറ്റാണെന്നൊക്കെ വരും പറയാം. അതൊക്കെ പോട്ടെ. അല്ല, ലോഡിന്റെ കാര്യം എന്തായി? അതൊക്കെ സെറ്റാ. അത്ര എളുപ്പത്തിലേക്ക് നേടാ നമ്മൾ ലോഡ് വിട്ടുകൊടുക്കുന്നത്. ഈ ജെറി കാർലോ ആരാണെന്ന് അവർക്കറിയില്ല. എന്നോട് കളിച്ചാൽ അതിന്റെ അവസാനം എന്താണെന്നും അവർക്കറിയില്ല. ഇതൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ? കൊടുക്കണം. അവൻ വിളിച്ചായിരുന്നോ? ഇന്നലെ നൈറ്റ് എത്തേണ്ടതാ, ഇതുവരെ എത്തിയിട്ടില്ല. അവൻ കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും പാളിയ പറഞ്ഞേക്കണം, എൻ്റെ മുമ്പ് വന്നു പോകരുതെന്ന്. അങ്ങനല്ലടാ, വണ്ടി എന്തോ ബ്രേക്ക് ഡൗൺ ആയിന്ന് അവൻ പറഞ്ഞത്. നിനക്കെല്ലാം സംശയം.
എനിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, അല്ലാതെ ഒരു ഓപ്പനെയും എനിക്ക് വിശ്വാസം ഇല്ല. ഇത്ര നാളും കൂടെയുള്ള ഞങ്ങളെ നിനക്ക് വിശ്വാസമില്ലെന്നാണോ? നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ നേട്ടവും ഉണ്ട്, അതുപോലെ തന്നെ തിരിച്ചും. അത്രേ ഉള്ളൂ. പിന്നെ മറ്റവൻ്റെ ചുറ്റിക്കളിയൊക്കെ ഞാൻ അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. എന്നെങ്കിലും എന്തെങ്കിലും ഞാൻ അറിഞ്ഞ അവനെ വേറൊരാൾ തീർക്കുന്നതിന് മുമ്പേ ഞാൻ തന്നെ അവനങ്ങ് തീർക്കും. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? നീ അങ്ങനെയാണോ ഞങ്ങളെ മനസ്സിലാക്കി വെച്ചേക്കുന്നേ? മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും. ശാസ്ത്ര, അവൻ വന്നു. എവിടെ? ഗോഡൗൺ. നീ അങ്ങോട്ട് വിടാൻ നോക്ക്. നദാനെ, നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചെയ്യുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി വേണം പെരുമാറാനെന്ന്. എന്റെ പൊന്നു ശാസ്ത്ര, എനിക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് കേടായി, ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു, അതാ വിളിച്ചിട്ട് കിട്ടാഞ്ഞത്. പോയ കാര്യം എന്തായി? ഓൾ ക്ലിയർ. ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചു, കണ്ടെയ്നർ ഫിൽഡ്. സാധനം നൈറ്റ് 3 o'clock എത്തി. അധികം ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലാത്ത വഴിയാ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ വണ്ടി തിരിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങിയത്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് മാറ്റണമെന്നറിയാലോ. 1ഉം 2ഉം അല്ല, 3000 കോടിയാണ്. അതിനെന്തെങ്കിലും സംഭവിച്ചാ സേഫ് സോണായിരിക്കണം. ആ പിന്നെ രോഹ, നീ അവൻ്റെ കൂടെ ഇവിടെ നിന്നാൽ മതി. കണ്ടെയ്നർ വന്നു കഴിഞ്ഞ് വിളിക്ക്. ഓക്കെ, ഞാൻ പോവാ. ശരിടാ. എങ്ങനുണ്ട് ഫോറസ്റ്റ്? പറയാനുണ്ടോ? കാടും കൊള്ളാം, കാട്ടിലെ തേനും കൊള്ളാം. ഓഹോ, അപ്പോ തേന് മൊത്തം കുടിച്ചിട്ടാ വന്നത്? അല്ല, ജീവനുണ്ടോ? എവിടെ? ഊട്ട് ആസ്വദിക്കാൻ പറ്റില്ല, ഒന്നിലേ കഴിഞ്ഞു. പിന്നെ ഉൾക്കാട്ടിലെങ്ങാണ്ട് കൊണ്ടിട്ടു, വല്ല മൃഗങ്ങളും തിന്നു. എന്റെ നില, എന്നെങ്കിലും ഇത് ശാസ്ത്രം അറിഞ്ഞാൽ തീർന്നെന്ന് വിചാരിച്ചാ മതി. കുറുക്കന്റെ ബുദ്ധി അവന്. ഇപ്പോഴേ എന്തൊക്കെയോ ഡൗട്ടുണ്ട്. ഒന്ന് പോടാ. കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം, അത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ പോയാലും നീ കുറെ പഠിക്കും. അത് വന്നപ്പോ മുതൽ വീടിന്റെ ചോട്ടി കയറി ഇരിക്കാൻ തുടങ്ങിയതല്ലേ, ഇതുവരെ കഴിഞ്ഞില്ലേ? കുറച്ചുകൂടി ഉണ്ട് സ്വാതി. ഒരു കേസ് ഫയലിന്റെ റിപ്പോർട്ട് നോക്കുമായിരുന്നു. അതെ, പലതവണ ഞാൻ എന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഓഫീസിലെ കാര്യം ഓഫീസിൽ വെച്ച് തീർക്കണമെന്ന്. വീട്ടിൽ വന്ന ഏത് നേരവും വർക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് തീരാൻ കുറച്ചുകൂടി നേരം എടുക്കും. നിനക്ക് ഉറക്കം പറഞ്ഞെങ്കിൽ നീ പോയി കിടക്ക്. അത് പിന്നെ ഇന്ന് അങ്ങനെയാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ഇയാൾ എന്നെ കെട്ടി ആ ജോലിയെ തന്നെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാ പോരെ? ഏത് നേരവും ഒരു ലാപ്ടോപ്പും ഉണ്ട്, അതിന് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയും ചെയ്യും. ഓഹോ, നീ ചുമ്മാ ഇരുന്ന് ചിരിക്കരുതേ. അല്ല, നിനക്ക് ദേഷ്യം വരാൻ മാത്രം ഇപ്പൊ എന്താ കാരണം? നിനക്ക് ഉറക്കം വരുന്നെങ്കിൽ കിടക്കാന്നും പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ദേഷ്യം വരണമെങ്കിൽ വേറെ എന്തോ ഉണ്ട് കാര്യം. എനിക്ക് ആരോടും ദേഷ്യമില്ല, ഒന്നുമില്ല. നീ ചെല്ലു, പോയി നിന്റെ ലാപ്ടോപ്പിൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അതെ, കെട്ടിപ്പിടിക്കാൻ ലാപ്ടോപ്പ് എന്ന് വേണമെന്നില്ലല്ലോ. എനിക്കൊരു ഹാൻസം ആയിട്ട്, അതും ഇത്രയും ഹോട്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉള്ളപ്പോ ചുമ്മാ ഒലിപ്പിക്കല്ലേ. ആഹാ, ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ കുറ്റായത്? അതോ എന്റെ സ്വാതി, ഐ മിസ് യു. ഞാൻ ഇവിടെ ആരെയും മിസ് ചെയ്തില്ല, ബട്ട് ഐ മിസ് യു. നൗ ഐ വാണ്ട് യു. ക്രിഞ്ച് അടിക്കാതെ ഒന്ന് പോയേ. ക്രിഞ്ചോ? നിന്റെ ആരുടെ പറഞ്ഞത് ക്രിഞ്ചാണെന്ന്? ആ, അതൊക്കെ എന്റെ കൂടെ പറഞ്ഞു. അത് ആരാന്നാ ചോദിച്ചേ? അത് നമ്മുടെ പന്നിട്ട് മനസ്സിലാക്കി ആ കുറിപ്പായിരുന്നല്ലേ? അത് പറഞ്ഞില്ലെങ്കിലേ ഉള്ളു അത്ഭുതം. അവക്ക് അവിടെ കിച്ചുവിന്റെ അച്ഛന്റെയും കാര്യം നോക്കിക്കൊണ്ടിരുന്നാ പോരെ. അവളങ്ങനെ പലതും പറയും, നീ അതൊന്നും കണക്കാക്കണ്ട. അവക്ക് വെട്ടാ. ഇത് എങ്ങോട്ടാ ഈ തള്ളിത്തള്ളി പോകുന്നേ? അങ്ങോട്ട് തന്നെ, അല്ലാതെ പിന്നെ ഞാനിപ്പോ എങ്ങോട്ട് പോവാനാ? ദേ ആദു
ഫോൺ സമ്മതിക്കില്ല, ഒരു കാലത്തും സമ്മതിക്കില്ല. എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനായിട്ട് ഇത് ഏത് കുട്ടിച്ചാത്തനോന്തോ വിളിക്കുന്നേ. ആഹാ, ഈ കുട്ടി തേവാങ്കായിരുന്നോ? എന്റെ പൊന്നു സ്വാതി, ഇവന്റെ അന്ത്യം മിക്കവാറും എന്റെ കൈയുണ്ടായിരിക്കും. ഇവിടെ ആയിരുന്നപ്പോഴും എനിക്ക് സ്വസ്ഥത തരില്ലായിരുന്നു. അത് കറക്റ്റ് സമയത്ത് ഞാൻ നീ മാത്രം ഉള്ളപ്പോ. ഇനി ഫോൺ എടുക്ക്. ഹലോ ഹലോ അളിയാ. എന്താടാ നിനക്ക് വേണ്ടത്? അളിയന്റെ ഒരേ ഒരു അളിയനല്ലേ അളിയാ ഞാൻ. ഞാൻ ഈ വല്ല നാട്ടിലും വന്ന് ജോലിക്ക് വേണ്ടിട്ട് ഇവിടെ കിടക്കുമ്പോ എനിക്ക് എന്ത് വേണമെന്നാണോ അളിയാ ചോദിക്കേണ്ടത്? എടാ പുന്നാര മോനെ, നിനക്ക് ഒട്ടും ടൈമിംഗ് ഇല്ല കേട്ടാ. നിനക്ക് നാളെ എങ്ങാനും വിളിച്ചാ പോരായിരുന്നോ? അല്ല, അതിന് മാത്രം എന്ത് ഗാഠമായ പണിയോടെ രണ്ടും കൂടെ റവാച്ച് ചെയ്യായിരുന്ന? അല്ലടാ, നിന്റെ ചേട്ടനെയും പിടിച്ചോണ്ട് ഞാനിവിടെ ഡിസ്കോ ഡാൻസ് കളിക്കുക. നീ ഫോൺ ഇങ്ങ് തന്നെ. ഹലോ ആദി. ഹായിട്ടാ, സോറി നിങ്ങളുടെ ഇടയിൽ കട്ടുറുമ്പായന്. ഞാനിപ്പോ ഫ്രീ ആയതേ ഉള്ളു, അതാ പിന്നെ ഞാൻ വിളിക്കാന്ന് വിചാരിച്ചത്. പിന്നെ വല്ലതും കഴിച്ചായിരുന്നോ നീ? അവനെവിടെ? കുളിക്കുക കേട്ടോ, കഴിച്ചില്ല ഇതുവരെയായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. എന്നാ ശരി, ഇനി ഞാൻ നിങ്ങളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇതിൽ കൂടുതൽ നീ ഇനി എന്ത് ചെയ്യിക്കാനാടാ? പിന്നെ രണ്ട് ഹെൽത്ത് ശ്രദ്ധിച്ചോണം. ഓക്കെ ചേട്ടന്മാരെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോ നമുക്ക് ബാക്കി ഇനി കണ്ടിന്യൂ ചെയ്താലോ? അത് വേണോ? വേണം. പിന്നെ വാ 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 വാ. ഹലോ. ഞാൻ എന്താ വരുന്നു. നീ ഈ രാത്രി എവിടെ പോകുക? നിന്നോടെ ശാസ്ത്രം ഞാൻ ഈ ചോദിക്കുന്നത്. ആരുടെ ജീവൻ എടുക്കാനാണ് ഈ കെട്ടിയൊരുങ്ങി പോകുന്നത്? തൽക്കാലം തന്റെ വേണ്ടപ്പെട്ട ആരുടെ എടുക്കില്ല. എടുക്കുമ്പോ ഞാൻ അറിയിക്കാം. ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് മാറാൻ നോക്ക്. എന്ത് നെറുകേടിനാണാവോ പോകുന്നത്? എന്തായാലും ഒരു നാള് നീ എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. പുന്നാര മോനെ, നിന്നോട് ഞാൻ പറഞ്ഞതാ സാധനം എത്തിക്കുമ്പോ സേഫ്റ്റി ആയിട്ട് എത്തിക്കണോന്ന്. ഞാനൊന്നും ചെയ്തില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. എന്താ നടന്നതെന്ന് എനിക്കും അറിയില്ല. അവൻ പറയണ സത്യാടാ, ഞങ്ങൾക്ക് അറിയില്ല എന്താ നടന്നേന്ന്. പിന്നെ എങ്ങനാടാ 3000 കോടി രൂപ ചാരമായേ? എനിക്കറിയണം. അങ്ങനെ എനിക്കിട്ടുണ്ടാക്കാമെന്ന് ഒരു മറ്റേ മോനും വിചാരിക്കണ്ട. ഏതവനായാലും കളിച്ചത് ശാസ്ത്രയുടെ തട്ടകത്തിലാ. അവന്റെ നാശം എൻ്റെ കൈ കൊണ്ടാ. ഈ സമയത്ത് ഇവിടെ ആരാ? അറിയില്ല. ആരായാലും തൽക്കാലം എന്നെ കാണണ്ട, അതാ നല്ലത്. ജേക്ക് കാർലോ. യു റൈറ്റ്. അപ്പൊ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ വന്നത് എന്തിനാണെന്നും ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. മോനെ നദാനെ, കളിക്കാൻ ഇറങ്ങുമ്പോ കളിക്കളം നോക്കി കളിക്കാരെ നോക്കി വേണം ഇറങ്ങാൻ. നീ എന്താ വിചാരിച്ച കാർലോ ഗ്രൂപ്പിനെ പറ്റി? നിന്റെ ഈ നാറി ബിസിനസ് എന്റെ ചോരി കെട്ടി ഞെളിയാന്നോ? എടാ, നീയൊക്കെ കുടിച്ച മുലപ്പാലില്ലേ, ദേ അത് മുതല് ദാ ഇങ്ങ് എന്റെ മുന്നിൽ നിൽക്കുന്നത് വരെയുള്ള നിന്റെയൊക്കെ കാര്യങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഇനി എനിക്കിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ നീയൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് പോലും തെളിവില്ലാതെ ഞാൻ തീർക്കും. പറയുന്നത് ജയ് കാർലോയാ. Don't come with my way. That's not good for your shadows. അവൻ ആരാ? കാർലോ ഗ്രൂപ്പിന്റെ സിഇഒ ജേക്ക് കാർലോ. അവര് 3 സഹോദരങ്ങളാ, ജെയിൻ കാർലോ ആൻഡ്... സ്റ്റോപ്പ്. എനിക്കറിയേണ്ടത് അവന്റെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് അല്ല, അവന്റെയാ. അവൻ ആരാന്ന്? ജേക്ക് കാർലോ. ശത്രുക്കൾക്ക് അവൻ ഡെവിളാണ്. അവനെതിരെ നിൽക്കാൻ ഇതുവരെ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. അവന്റെ സഹോദരങ്ങളോടല്ലാതെ വേറെ ആരോടും
ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്ത ഒരാള്. സച്ച് എ ബ്ലഡി ഫിയർലെസ് മാൻ. സ്റ്റോപ്പ്. അവൻ ഇവിടെ എന്തിന്? ഫോർ വാട്ട്? ദ റീസൺ ഐ വാണ്ട് ടു നോ ദാറ്റ്. ശാസ്ത്ര, അത് ഞാൻ നമ്മുടെ വണ്ടി ചെക്ക് പോസ്റ്റ് കിടക്കാനായിട്ട് കാർലോ ഗ്രൂപ്പ്സിന്റെ ലേബലാണ് യൂസ് ചെയ്തത്. ബിക്കോസ് അവരുടെ വണ്ടി ആരും ചെക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സാധനം. പൊന്നപ്പൊലയാടി മോനെ, നീ ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇനി ഇതുപോലെ എന്തെങ്കിലും നടന്നോ കൊന്നു വല്ല കായലിലും തള്ളും ഞാൻ നിന്നെ. ഡാ പ്ലീസ്, നീ ഇപ്പൊ അവനോട് ക്ഷമിക്ക്. ഇനി ഇങ്ങനെ ഒരു തെറ്റുണ്ടാകില്ല. ഡോണ്ട് യു ഡെയർ ഡു ദിസ്. എനിക്ക് സംഭവിച്ച നഷ്ടം അതെങ്ങനെ വീണ്ടെടുക്കണമെന്ന് എനിക്കറിയാം. പിന്നെ ജയ് കാർലോ, ഐ ലൈക്ക് ഇറ്റ്. എനിക്കൊത്ത എതിരാളി, എ ഹാൻസം റിബൽ. അവന്റെ മനസ്സിൽ എന്താടാ? ആർക്കറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന്? നിനക്കറിയാലോ അവനെ. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അവന് നമ്മളെ കുറിച്ച് ഒന്നും അറിയരുത്. അറിഞ്ഞാ പിന്നെ പറയണ്ടല്ലോ. ഹായ്, ഐ എം അഡ്വക്കേറ്റ് ശാസ്ത്ര. എനിക്ക് നിങ്ങളുടെ CEO ജേക്ക് കാർലോയെ ഒന്ന് കാണണമായിരുന്നു. Do you have an appointment, sir? നോ, ഐ ഡോണ്ട്. ഒന്ന് കോൾ ചെയ്യാമോ? അഡ്വക്കേറ്റ് ശാസ്ത്ര കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. Wait a second, sir. Sir, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. 3rd floor, right side, ആദ്യം കാണുന്ന ക്യാബിൻ. താങ്ക് യു. Have a nice day, sir. ക്യാൻ ഐ ഗെറ്റ് ഇൻ? യെസ്. ഒരാൾ ആദ്യമായിട്ട് തൻ്റെ ക്യാബിനിലോട്ട് കയറി വരുമ്പോൾ ഒന്ന് ഇരിക്കാൻ പറയാനുള്ള മര്യാദയെങ്കിലും ജെയിൻ കാർലോ കാണിക്കാം. ആ മുൻപിൽ കിടക്കുന്ന ചെയർ തന്നെയാണല്ലോ. ഇനി എന്താ ഞാൻ തന്നെ പിടിച്ചതിലിരുത്തണോ? തനിക്ക് വേണമെങ്കിൽ ഇരിക്കാൻ നോക്ക്. ഓ, ആറ്റിറ്റ്യൂഡ് നൈസ്. സോ ഹോട്ട്. എന്താ? അല്ല, AC ഇട്ടിട്ടും ഇവിടെ ഭയങ്കര ഹോട്ടാന്ന് പറയായിരുന്നു. ഇപ്പൊ ഓക്കെ ആണോ? ഇനി വന്ന കാര്യം പറ. മതി. വന്ന കാര്യം, അയ്യോ വന്ന കാര്യം എന്താ? നിന്നെ കണ്ടപ്പോ വന്ന കാര്യം അങ്ങ് മറന്നുപോയി. വാട്ട് ഡു യു മീൻ? അല്ല, എൻ്റെ ലൈഫിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരാൾ എനിക്കെതിരെ നിന്ന് സംസാരിക്കുന്നത്. നീ ഇന്ന് ഗോഡൗണിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല. നീ എന്നെ കണ്ടില്ല, പക്ഷെ ഞാൻ നിന്നെ വളരെ വ്യക്തമായിട്ട് കണ്ടിരുന്നു. നീ അവന്മാരോട് പറഞ്ഞ ഓരോ വാക്കും എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഓ റിയലി? അഡ്വക്കേറ്റ് ശാസ്ത്ര ശ്രീവാസ്തവ്, തനിക്ക് കുറച്ച് ബുദ്ധി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ നിന്റെ ഇല്ലീഗൽ ബിസിനസ്സിന് എൻ്റെ കമ്പനിയുടെ പേര് മാത്രമേ കൂട്ടുപിടിക്കാൻ നിനക്ക് കഴിഞ്ഞുള്ളൂ. സോ സാഡ്. അതറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നീ വിചാരിച്ചോ? നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. നോ, നെവർ. ശാസ്ത്രയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു മിസ്റ്റേക്ക് ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ ഇപ്പോൾ സംഭവിച്ചു. വടവ്. എന്തായാലും തന്നെ ഒന്ന് നേരിട്ട് കാണണം. ദേ ഇങ്ങനെ നേർക്ക് നേറിയിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് തന്നെയാണ് വന്നത്. പക്ഷേ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിൽ കൂടുതൽ എന്തെങ്കിലും ആയാലോ എന്ന് ചിന്തിക്കാതെ ഇല്ല. ഹേ കൂൾ കൂൾ, ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ തന്നെ ഞാൻ സമ്മതിച്ചു. ഡോ, തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എഴുതി പോവാൻ നോക്ക്. ഓക്കെ, പറയാം. താൻ പറഞ്ഞതുപോലെ ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്. തൻ്റെ പേരും തൻ്റെ കമ്പനിയുടെ പേരും ഉപയോഗിച്ച് ആ ലോഡ് എത്തിച്ചത് എൻ്റെ അറിവോടുകൂടിയല്ല. സത്യം പറഞ്ഞാൽ അത് ഞാൻ തന്നെ ഇന്നലെ അറിഞ്ഞത്. സോ ഒരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് വന്നേ. ഞാനങ്ങനെ പെട്ടെന്ന് ആരോടും ഒരു സോറി പറയുന്ന ടൈപ്പ് അല്ല. അതും താൻ ചെയ്ത കാര്യം അത്ര നല്ലതൊന്നുമല്ല. 3000 കോടിയുടെ ലോഡ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം നഷ്ടമാണ്. അങ്ങനെ ചെയ്ത ഒരാളോട് ഞാൻ ഇങ്ങനല്ല പെരുമാറേണ്ടത്. പക്ഷെ എന്തോ
തന്നോട് പറയണമെന്ന് തോന്നി. തൻ്റെ കൂടെയുള്ളവർ ചെയ്തത് താൻ അറിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. കൊള്ളാം. വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതൊക്കെ നിന്റെ ഇഷ്ടം. ആക്ച്വലി നിന്റെ മുമ്പിൽ മാത്രമാണ് ഇത്രയും നേരം ഞാൻ ശാന്തമായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പെരുമാറുന്നത്. ഞാനും ഇങ്ങനെയല്ല പെരുമാറുന്നത്. യെസ്, ഇതാണ് ഈ കോൺഫിഡൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല മാച്ചാ. കഴിഞ്ഞോ? യാ, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എനിക്ക് പോവാൻ സമയം ഒരു ഹാൻഡ് ഷേക്കോ അല്ലെങ്കിൽ ഒരു ഹഗ്ഗോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൂടി തന്നാൽ പോവായിരുന്നു. ഹേയ് ശാസ്ത്ര, യു നോ ഇറ്റ്സ് റിയലി സെഡ്യൂസിങ് മീ. ഓ, എന്താണെന്നല്ലേ നിന്റെ കഴുത്തിലെ മറുക്. അപ്പൊ ശരി, ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഡിസ്കസിങ്. ഹേ, ഗുഡ് മോർണിംഗ് ഹാൻസം കിറ്റി. ഗുഡ് മോർണിംഗ്. എന്ത് നല്ല മനുഷ്യൻ. എന്നെ കൊടുത്ത ഗ്ലാമറെ കാണാൻ കിട്ടിയത് അതും എന്നെ. എനിക്ക് വയ്യ. ആ കോഴിക്കുഞ്ഞു പോലും ഇതുവരെ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. എന്ത് നല്ല മനുഷ്യല്ലേടാ പോയത്. ആരുടെ അയാള്? ദേ, ഇച്ചായാന്ന് വിളിച്ച വായ കൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് നീ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ ഫയൽ സൈൻ വാങ്ങാൻ പറഞ്ഞിട്ട് നീ വാങ്ങിച്ചായിരുന്നോ? അത് ഇല്ല. ഇനി എന്ന് വാങ്ങിക്കാനാ നിക്കുന്നേ? എന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കാതെ എടുത്തോണ്ട് പോകുന്നുണ്ടോ? എന്തോ ഇത് അനിയനായി പോയി. ഞാനിത് വല്ല ചെണ്ടയോ? എല്ലാവരുടെയും കൊട്ട എന്റെ മണ്ടയിലോട്ടാണല്ലോ ദൈവമേ. ഫോൺ വിളിക്കുമ്പോ അവിടെ ഒരുത്തന്റെ വക പറഞ്ഞിപ്പാട്ട്. കമ്പനിയിലേക്ക് വന്നാലോ ഇവിടെ നിന്ന് ഇപ്പൊ പോയവന്റെ വകയും. എന്റെ തലക്ക് പ്രാന്ത് വിളിക്കുന്നു.